everyone, welcome back to Kerala Textbook and welcome back to yet another session with me. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം, ഡിഗ്രി ലെവലിലുള്ള ഈ അടുത്ത് നടന്ന എക്സാമുകളുടെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കെല്ലാം അറിയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് എത്രയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പോയത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത്? എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്? ലാസ്റ്റ് കയറുന്ന ആളുടെ മാർക്കാണ് അല്ലേ? അപ്പൊ ലാസ്റ്റ് കയറുന്ന ആളുടെ മാർക്കാണ് കട്ട് ഓഫ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോ ആ കട്ട് ഓഫ് മിത്ത് ആദ്യമേ ബേസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ കട്ട് ഓഫിലോട്ട് കടക്കാം. അപ്പോൾ ഒരു എക്സാമിന് നമുക്ക് പ്രിലിമിനറി സ്റ്റേജ് കയറണമെങ്കിൽ, പ്രിലിംസ് കയറണമെങ്കിൽ എത്ര മാർക്ക്, ഫസ്റ്റ് സ്റ്റേജ് കടക്കാൻ എത്ര മാർക്ക് വേണം എന്നുള്ളൊരു ഐഡിയ കട്ട് ഓഫിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അവിടെ കട്ട് ഓഫ് കൊണ്ട് കാര്യമില്ല. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്കിൽ, കുറച്ചുകൂടെ മുകളിലോട്ടുള്ള റാങ്കിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ജോലി അഡ്വൈസ് മെമോ ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ വരുന്നത് നമ്മുടെ പ്രിലിമിനറി സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് കട്ട് ഓഫ് എത്രയാ പോയത്? 47.56 ആയിരുന്നു. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 057/2021 കാറ്റഗറി നമ്പറിൽ വന്ന എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ കട്ട് ഓഫ് പോയത് 47.56 ആയിരുന്നു എന്ന് ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മെയിൻസ് ആയപ്പോഴത്തേക്കും 43 മാർക്ക് കിട്ടിയവര് കയറി അല്ലെ. 43.67 മാർക്ക് കിട്ടിയവർക്ക് സെക്കൻഡ് സ്റ്റേജ് കടക്കാൻ പറ്റി. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നപ്പോൾ എത്ര മാർക്കായിരുന്നു ആവശ്യം വന്നത് പ്രിലിമിനറി കടക്കാനായിട്ട്? 47.56. അത് 2021 കാറ്റഗറി നമ്പറാണ്. അത് കഴിഞ്ഞ് അടുത്ത നടന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അതേ ലെവലിൽ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നടന്നപ്പോഴത്തേക്കും അതിന്റെ കട്ട് ഓഫ് പോയത് 2022 കാറ്റഗറി നമ്പർ വരുന്ന 486/2022 കാറ്റഗറി നമ്പർ വരുന്ന എക്സാം നടന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് കൂടി 50.59 ആയി അല്ലെ. 50ന്റെ മുകളിലോട്ട് കട്ട് ഓഫ് പോയി. അപ്പോൾ കട്ട് ഓഫ് പ്രിലിമിനറി സ്റ്റേജ് തന്നെ മുകളിലോട്ട് പോകുന്നു. ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ട്രെൻഡ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നടന്നപ്പോൾ എങ്കിലും അങ്ങനെ വലിയ രീതിയിലൊന്നും പൊങ്ങിയിട്ടില്ല, 50ന്റെ ലെവലിലേ നിന്നിട്ടുള്ളൂ. പക്ഷേ മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതേസമയം ഈ KSFE, KSEB അതല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ ഒരു എക്സാംസിന്, കമ്പനി ബോർഡ് എക്സാംസ് ഒക്കെ വന്നപ്പോൾ അതിന്റെയൊക്കെ അസിസ്റ്റന്റ് ലെവൽ എക്സാംസിന്റെ കട്ട് ഓഫുകൾ 35, 37.64 ആ ഒരു ലെവലിലേ നിന്നിട്ടുള്ളൂ. പക്ഷേ ആ ലെവലിൽ നിൽക്കുന്ന ഒരു എക്സാം അല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പൊ അത് കണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതല്ലെങ്കിൽ മറ്റേത് എക്സാം ആണ് അടുത്ത് നടന്നിട്ടുള്ളത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഈ ഒരു ലെവലിൽ വരുന്നത്? നമ്മുടെ LSGI എക്സാം നടന്നു, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, LSGIയുടെ എക്സാം നടന്നപ്പോൾ അതിന്റെയും കട്ട് ഓഫ് എത്രയാ പോയത്? 49.73, റൈറ്റ്. 49.73 എന്നുള്ള കട്ട് ഓഫ് ആയിരുന്നു LSGI എക്സാമിന് പ്രിലിമിനറി കടക്കാനായിട്ട് ആവശ്യം വന്നത്. അപ്പൊ ഏകദേശം ഒരു 50-55 മാർക്കിലോട്ട് പോയവർക്കെല്ലാം കട്ട് ഓഫ് കടക്കാനായിട്ട് മുമ്പ് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യുക. ഇനി ഇത് പ്രിലിമിനറിയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഈ കട്ട് ഓഫ് ഒരു ഇമ്പോർട്ടന്റ് ഒരു സംഭവമായിട്ട് വരുന്നത്. കാരണം ആ ലിസ്റ്റിൽ ഒന്ന് കയറി പറ്റിയാൽ മതി, മെയിൻസ് എഴുതാൻ പറ്റും അല്ലെ. പക്ഷെ എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, നമുക്ക് സിലബസ് അപ്ഡേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഏത് ലെവലിലോട്ടൊക്കെ ആയിരിക്കും PSC പോകുന്നതെന്ന്. പക്ഷെ എങ്കിലും അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും, വലിയ ചേഞ്ചസ് ഒന്നും PSC കൊണ്ടുവരത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ എന്താണ്, സിലബസിൽ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങൾ. എല്ലാ സിലബസിൽ വരുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യമാണ്, സിലബസിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക. ഒരു ടോപ്പിക് പോലും ഇഗ്നോർ ചെയ്യരുത്, ഒരു സബ്ജക്റ്റ് പോലും ഇഗ്നോർ ചെയ്യരുത്. ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാത്സ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ എല്ലാവരും സിലബസ് ഫിനിഷ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്താൻ പറ്റും. ഇനി ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് PSC കൊണ്ടുവന്നു, എക്സാമിനേഷൻ പാറ്റേൺ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റി, എന്നിട്ട് ഒരു ഭയങ്കര ഈസി ആയിട്ട് പേപ്പർ വന്നാൽ കട്ട് ഓഫ് കൂടാം, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് പേപ്പർ വന്നാൽ കട്ട് ഓഫ് കുറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്ട്രീം കേസസ് ആണ്, സാധാരണ വരാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളല്ല. ശരാശരി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമ്മുടെ കട്ട് ഓഫ് പോയത് 47 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നടന്നു, അതിന്റെ കട്ട് ഓഫ് 50 പോയി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് 50 പോയി. LSGI വന്നപ്പോഴത്തേക്കും കട്ട് ഓഫ് 49 പോയി. പ്രിലിമിനറി സ്റ്റേജിന്റെ കാര്യമാണ് നമ്മൾ
പറയുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി സ്റ്റേജ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിൽ വരുന്ന എക്സാംസിന്റെ പ്രിലിമിനറി സ്റ്റേജിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശരാശരി ഒരു 50-55 മാർക്കിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രിലിമിനറി സ്റ്റേജ് കയറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ 50-ന് വേണ്ടി പഠിച്ചാൽ 5 മാർക്ക് താഴെ പോയാൽ തെന്നിപ്പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫുൾ മാർക്കിന് വേണ്ടി മാത്രമേ പഠിക്കാവുള്ളൂ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് ദാറ്റ് നമ്മൾ ഫുൾ മാർക്ക് മേടിക്കും, അല്ലാതെ ഇത്ര കട്ട് ഓഫ് എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയും ഈ സബ്ജക്റ്റ് പഠിക്കാമെന്ന് വെച്ചിട്ടോ ഒന്നും പഠിക്കാൻ പാടില്ല. ഫുൾ മാർക്കിന് വേണ്ടി ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ് ആയാലും ഈ കട്ട് ഓഫ് 50 മാർക്കാണ് അല്ലെ ഏകദേശം ശരാശരി, അതിന്റെ മുകളിലോട്ട് സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ പഠിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ പഠിക്കുക, ഫുൾ സിലബസ് തന്നെ പഠിക്കുക. ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരൊക്കെ നല്ലോണം ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ഡെയിലി ചെയ്യേണ്ടത് ചെയ്തു പോവുക. കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും SI-യുടെയും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെയും സെക്രട്ടേറിയറ്റ് OA-യുടെയും എല്ലാം കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവർ ഡിഗ്രി പ്രിലിംസിന് റിവിഷൻ ബാച്ച് വേണ്ടവർ റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്യുക. എല്ലാം പഠിച്ചു കഴിഞ്ഞു റിവിഷൻ മാത്രം ചെയ്താൽ മതിയെങ്കിൽ റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്യുക. അതല്ല ഫുള്ള് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫുള്ള് കോഴ്സായിട്ട് ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഭരണഘടനയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഈ സബ്ജക്ട്സ് GK എന്ന് പറയുന്ന സബ്ജക്ട്സ് മാത്രമാണ് കവർ ചെയ്യേണ്ടതെങ്കിൽ GK ബാച്ച് ജോയിൻ ചെയ്യാം. അതല്ല കറണ്ട് അഫയേഴ്സ് മാത്രമാണ് എനിക്ക് ഒരു പിടിയില്ലാത്തതെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ജോയിൻ ചെയ്യാം. റൈറ്റ്? അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കോഴ്സസ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോഡിന്റെ ഒരു സെക്ഷൻ കാണും. അപ്പോൾ ഐ സജസ്റ്റ് ദാറ്റ് നിങ്ങൾ എന്ത് സാധനം എവിടെ മേടിക്കാൻ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓഫറൊക്കെ യൂസ് ചെയ്യുക. റൈറ്റ്? അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനം മേടിക്കാൻ പോയാലും അതല്ല കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് കോഴ്സ് ജോയിൻ ചെയ്ത് കോഴ്സ് ഫീ അടയ്ക്കാനാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കിട്ടുമ്പോൾ ആ ഓഫറുകളൊക്കെ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾക്ക് ഓഫറുകൾ കിട്ടാനായിട്ട് ഫാക്കൽറ്റി കോഡുകൾ അടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അനുപമ ANUPAMA, എൻ്റെ പേര് അറിയാവും സുഹൃത്തുക്കളെ. അപ്പോൾ അനുപമ എന്നുള്ള കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നെയും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അപ്പോൾ അതല്ല മലയാളം മാത്രം പഠിക്കണമെങ്കിൽ നമ്മുടെ നിഷാമസിന്റെ മലയാളം മാത്രമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ എന്ത് കോഴ്സാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളത് അതനുസരിച്ച് പഠിക്കാവുന്നതാണ്. നമ്മുടെ കട്ട് ഓഫ് ഏകദേശം എത്രയിലാണ് പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കാറുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻസിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എത്ര പോയി എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ആയി. ഇനി 50 ദിവസമേ ഉള്ളൂ അല്ലെ? റഫായിട്ട് ഞാൻ പല രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇത്ര പേജ് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ദിവസം വെച്ചാണെങ്കിൽ ഏകദേശം 3 ദിവസം ആൻഷ്യന്റ് 3 ദിവസം മെഡീവൽ അല്ലെ, അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാം. ഏകദേശം ഒരു 50 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാനുള്ള പല പ്ലാനുകൾ ഞാൻ പറഞ്ഞു തന്നു. നന്നായിട്ട് പഠിക്കുക. റൈറ്റ്? സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് പഠിക്കുക, റാങ്ക് ലിസ്റ്റിലൊക്കെ കയറുക. റൈറ്റ്? ഷോർട്ട് ലിസ്റ്റിലും എലിജിബിലിറ്റി ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും ഒക്കെ കയറുക. 2025 നമ്മൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ യുവർ എക്സാംസ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ കട്ട് ഓഫ് അനാലിസിസുകൾ, മുൻ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേര് അപ്ലൈ ചെയ്തു, എന്ത് ഡിഫിക്കൽട്ടി ലെവലിലാണ് എക്സാംസ് വരുന്നത്, എക്സാം പാറ്റേൺ ചേഞ്ചസ്, അഡ്വൈസ് മെമ്മോ എവിടെയൊക്കെ ആർക്കൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ഒന്ന് ലൈക്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ക്ലാസ്സസ് എന്തായാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് രാവിലെ 8 മണിക്ക് അല്ലേ, രാവിലെ 8 മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല GKയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി, അതിൻ്റെ കൂടെ GK, അതൊന്നുമല്ല അതിൻ്റെ കൂടെ ഇനി പീരിയോഡിക് ടേബിൾ. റൈറ്റ്? അപ്പോൾ പീരിയോഡിക് ടേബിളും പഠിപ്പിക്കുന്നുണ്ട്, കെമിസ്ട്രിയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് പഠിക്കാനായിട്ട് രാവിലെ 8 മണിക്ക് കുറച്ച് സമയം നമ്മൾ യൂട്യൂബിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഫ്രീ ആണ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടുകയാണ് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അത് രാവിലെ നിങ്ങൾ അവൈൽ ചെയ്യുക. ഇനി അതല്ല ഫുള്ള് ബാക്ക്ലോഗ് കറണ്ട് അഫയേഴ്സ് എല്ലാം വേണമെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുക. റൈറ്റ്? അതും വളരെ കോസ്റ്റ് ഇല്ല, വളരെ ചീപ്പായിട്ടുള്ള കോഴ്സസ് ആണ്. അപ്പോൾ എങ്ങനെ പഠിക്കണമെങ്കിലും അങ്ങനെ പഠിക്കുക, പക്ഷെ നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ലൈക്ക് ദ ക്ലാസ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ആൻഡ് കീപ് ഫോളോയിങ് കേരള ടെക്സ്റ്റ് ബുക്ക്.